നമ്മൾ ഉപ്പുകുന്നിന് ചേർന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ അകലെയുള്ളൊരു വ്യൂ പോയിന്റ് കണ്ടിട്ട് അങ്ങോട്ട് കയറി പോകാം. ആദ്യം കണ്ടിടത്തുനിന്ന് കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് മുറങ്കട്ടിപ്പാറ എന്നാണ്. അപ്പം നമ്മൾ അതിനടുത്തൊരു ഫാം സ്റ്റേ ഉണ്ട്. ഞാൻ ആ ഫാം സ്റ്റേ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഫാം സ്റ്റേയോട് ചേർന്നുള്ള ഒരു വഴിയാണ് ഉള്ളത് കാണിക്കുന്നത്. അപ്പോൾ ആ വഴിക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കാടിൻ്റെയും നാടിൻ്റെ അതിര് കാണിക്കുന്ന ജണ്ടയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഏതാ വനഭൂമി എന്ന് നമുക്കറിയത്തില്ല. വഴി എന്നാണല്ലോ നല്ല രസമുണ്ട്. വഴി 4x4 വണ്ടി പോകുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള നമുക്ക് ഈ ഓഫ് റോഡ് ട്രക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന, അല്ലെങ്കിൽ ജീപ്പ് സഫാരിയൊക്കെ നടത്തുന്ന ആളുകളുടെ വണ്ടി പോകുന്ന വഴിത്താരയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വഴിത്താരയുണ്ട് അങ്ങോട്ട്. ഏതായാലും ആളുകൾ പോകുന്നതാണ്. തലപ്പേര് ഞാൻ മാറ്റിയാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല. മുറങ്കട്ടിപ്പാറ എന്നാണ് പറഞ്ഞത്. മുറങ്കട്ടിപ്പാറ അല്ലടാ, മുറങ്കട്ടിപ്പാറ. ഇത് കണ്ടിട്ട് നമ്മുടെ സുഹൃത്ത് ഇവിടെ പകച്ചു നിന്നിരുന്നു. ഇപ്പം മോളിൽ നിന്ന് വരുന്ന വെള്ളത്തിന് താഴേക്ക് ഇട്ടിരിക്കുന്ന പൈപ്പാണ്. മുകളിൽ എവിടെയെങ്കിലും ഓലിയോ വരളിയല്ല ഓലി കാണും. അപ്പം അതിൻ്റെ അകത്തുനിന്ന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഇട്ടിരിക്കുന്ന പൈപ്പാണ്. ഈ ചെടി അങ്ങനെ ഈ മുകളിലേക്കുള്ള ഇങ്ങനത്തെ മല ഏരിയയിലാണ് ഇങ്ങനെ ഈ ചെടി കാണുന്നത്. നല്ല രസമില്ല ഇതിൻ്റെ ഇല കാണാൻ. നല്ലൊരു ഭംഗിയുള്ളൊരു തരം ചെടി, കാട്ട് ചെടിയാണ്. പേരറിയാമെങ്കിൽ പറഞ്ഞു കേട്ടോ. ഒന്നാം തരം കാപ്പി പഴുത്ത് നിൽക്കുന്നുണ്ടോ? നല്ല ഡെൻസായിട്ടുണ്ട് കേട്ടോ. മിക്കത് മൂത്താണ്. ഇവിടെ കണ്ടോ പഴുത്തമുണ്ട്. ഇതൊന്നും പറിക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആരും ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തോന്നുന്നു. ഇനിയുള്ളത് കൊക്കോയാണ്. ഇതുണ്ടോ കൊക്കോ. കായൊന്നും കണ്ടില്ല. ഉണങ്ങിയ കുറച്ച് കൊക്കോക്ക ഇങ്ങനെ അണ്ണാൻ കൊണ്ടതിൻ്റെ ബാക്കി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി പറിച്ചായിരിക്കും ചിലപ്പോൾ. ചിലതൊന്നും കൊക്കോക്ക പുതിയതൊന്നും കാണുന്നില്ല. അതായത് കണ്ടോ ഇങ്ങോട്ട് വരുന്ന വഴി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കണ്ടോ കുരുമുളക് കിടക്കുന്ന കണ്ടോ? അത്യാവശ്യം നല്ല നീളമുണ്ട്. നമ്മുടെ അവിടെയുള്ള കുരുമുളകിനൊന്നും ഇത്രയും നീളമില്ല. കുരുമുളക് കായ ഉണ്ടാകും, പക്ഷേ ഇതിൻ്റെ പകുതി നീളമേ നമ്മുടെ തിരിയുള്ളൂ. ഇതിപ്പം ചെറിയ ഒരു കൊടിയാണെങ്കിലും അത്യാവശ്യം വെയിറ്റ് കിട്ടും. ഇതെന്നാണെങ്കിലും പ്രൈവറ്റ് ഏരിയ കണ്ടോ. ഇതെല്ലാം നട്ടിട്ടുണ്ട് കുരുമുളക്. എല്ലാ കൊടിക്കാലും നിറച്ച് കുരുമുളക് നട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഇടവിളകളായിട്ടുള്ള കൊക്കോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ വന്ന സമയത്ത് വെള്ളം ചാടുന്ന വച്ച കേട്ടു. ഇവിടെ കെട്ടി നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ടാങ്ക് പോലെ കെട്ടി. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇവിടുന്ന് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ സൈഡ് വഴി പൈപ്പ് ഇട്ടിട്ടുണ്ട്. താഴേക്കുള്ള വീടുകളിലേക്ക് പോകുന്ന വെള്ളം. ഇങ്ങനെ ചാടുന്നൊരു ചെറിയ അരുവിയാണ്. അതിനെ നമ്മളിങ്ങനെ വന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ അടി കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ 2 ഹോളുണ്ട്. നമുക്ക് അടിയിലെ വെള്ളം കിടക്കുന്ന കാണാൻ പറ്റുന്ന രീതിക്ക് 2 ഹോളുണ്ട്. എന്നിട്ട് ഇങ്ങനെ വാർത്ത് നിർത്തിയിരിക്കുക. ഇതിൻ്റെ അകത്തുനിന്നാണ് പക്ഷേ ഈ പൈപ്പുകളൊന്നും ഇവിടെ നല്ല കേട്ടോ പോയിരിക്കുന്നത്. ഈ ചെറിയ പൈപ്പുകളൊന്നും ഇവിടെ നിന്നല്ല പോയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ജലസേചന പദ്ധതിയുടെയോ കാര്യങ്ങളായിട്ട് സ്റ്റീലിൻ്റെ പൈപ്പ് പോയിട്ടുണ്ട്. അത്യാവശ്യം വ്യത്യസ്തമായൊരു ഐഡിയ ആണ് കേട്ടോ. കാട്ടരുവി പോലത്തെ വെള്ളച്ചാട്ടമാണെങ്കിലും അതിനെ ഒന്ന് ജസ്റ്റ് ഇതുപോലൊരു ടാങ്കിൻ്റെ അകത്ത് പിടിച്ച് അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ, പ്രത്യേകിച്ച് കറണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ താഴേക്കുള്ള ആളുകൾക്കുള്ള ജലസേചനത്തിന് വേണ്ടി ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോവുകയാണ്. നല്ലൊരു പരിപാടിയാണ്. പഞ്ചായത്തിൻ്റെ ആണോ അതോ ആളുകൾ തന്നെ ചെയ്തതാണോ എന്ന് അറിയത്തില്ല. അതുപോലെ 2 ഓപ്പണിങ് വിട്ടിട്ടുണ്ട് ഇതുപോലെ. വേറെന്തോ ടൈപ്പ് കാപ്പി പോലെ ഇരിക്കുന്നു, പക്ഷേ കാപ്പിയല്ല കേട്ടോ. എന്താ സാധനം? കഴിക്കാനുള്ള സാധനം ഉണ്ടാവില്ല അല്ലേ? കാപ്പി പോലെ തന്നെ അകലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും. നല്ല കാട്ടുകാപ്പി ആയിരിക്കും. അതെ, എന്താണോ എന്തോ. ഇവിടെ കമുക് കണ്ടുപിടിക്കാനുള്ള പരിപാടി കേട്ടോ. മൊത്തത്തിൽ ഒരാൾ അവിടെ കമുക എന്ന് പറയും, ഒരാൾ ഇവിടെ കമുക എന്ന് പറയും. പക്ഷെ ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് അവർ പറയുന്ന കമുകളൊന്നും കാണുന്നില്ല. സ്വയം കണ്ടുപിടിക്കുന്ന കമുക് കാണുന്നുണ്ട്, പക്ഷേ അവിടെ കമുക് ഉണ്ടെന്ന് പറഞ്ഞ് ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ആ കമുക് ഞങ്ങൾ കാണുന്നില്ല. പകരം പനയായിരിക്കും. ഒന്നെങ്കിൽ പന, അതല്ലെങ്കിൽ ഈ കൊടി ഇട്ടിരിക്കുന്ന ആ കമുകിൻ്റെ വണ്ണമുള്ള ഏതെങ്കിലും മരം. അതും കമുകാണോ? അവസാനം കമുക് കണ്ടുപിടിച്ചു കേട്ടോ. ഉണ്ടോ 2 കമുക് നിൽക്കുന്നത്. ഇത് ബാംഗ്ലൂർ ചെന്നപ്പം കറണ്ട് കമ്പി കണ്ട പോലെ ഉണ്ട് കേട്ടോ. എന്തോരം വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ് പോയിരിക്കുന്നത് നോക്കി. ഇതാണ് കാപ്പി. ചുവന്ന് കിടക്കുന്നുണ്ടോ? ചുവന്ന് കിടക്കുന്ന കണ്ടോ? ഇത് കണ്ടോ? അല്ല, നമ്മുടെ അവിടെ ഇത്രയൊന്നും ഉണ്ടാകത്തില്ല. ഇത്രയൊന്നും തിങ്ങി ഉണ്ടാകത്തില്ല. തണുപ്പിൻ്റെ ഒക്കെ ആയിരിക്കും.
ഞങ്ങൾ സ്ഥലത്തെത്തി, പക്ഷേ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ചതിച്ചു. ഇതിലൂടെ നമുക്ക് കാറ് കയറി വരുന്ന വഴിയുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള വഴി ആണ് കാണിച്ചു തന്നത്. ഇപ്പം ഞങ്ങൾ വന്ന ആ സൈഡിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഈ സൈഡ് വഴി വണ്ടി ഇവിടം വരെ വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യൂ പോയിൻ്റ് പോയി. ഇതാണ് നമ്മൾ പറഞ്ഞ വ്യൂ പോയിൻ്റ്. ഇതെന്താ സംഭവം എന്നറിയത്തില്ല. ഞങ്ങൾ അപ്പുറത്ത് നിന്ന സമയത്തും ഒരു ഫാക്ടറിയാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് നിന്ന സമയത്തും ഞങ്ങളൊന്ന് നോക്കിയായിരുന്നു. പക്ഷെ ഇവിടെ നിന്നപ്പം കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും അത് എന്തായിരിക്കും? ഇടുക്കിയിലുള്ള ആളുകൾക്കൊക്കെ എന്നാ സുഖമല്ലേ? ഓരോ ദിവസവും ഓരോ ലൊക്കേഷനിൽ വൈകുന്നേരം വന്നിരിക്കാം, കാറ്റ് കൊള്ളാം, ഒരു ചായയൊക്കെ കുടിച്ച്. മലയിഞ്ചി കണ്ടോ? കുറച്ച് മലയിഞ്ചി നട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു പാറയുണ്ട്.